ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്തത്. നമ്മുടെ വീടൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് വിൻഡോസും അതുപോലെ ഡോർസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരാം. ഇന്നൊരു സ്റ്റീലിൻ്റെ ഡോറ് വിൻഡോസൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വേറെ എങ്ങുമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള അങ്കമാലിയിൽ തന്നെ നായത്തോട് ജംഗ്ഷനിൽ എയർപോർട്ടിലേക്ക് തിരിയുന്ന വഴിയാണ് നായത്തോട് ജംഗ്ഷൻ. നായത്തോട് ജംഗ്ഷനിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം 30 മീറ്റർ അടുത്ത് തന്നെയായിട്ട് ഡോർ വിൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇത് ഏകദേശം കറക്റ്റായിട്ട് സ്പോട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടികളുടെയൊക്കെ ടെസ്റ്റ് നടത്തുന്ന അങ്കമാലിയിൽ തന്നെ വണ്ടികളുടെയൊക്കെ ടെസ്റ്റ് നടത്തുന്ന കറക്റ്റ് സ്പോട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മുനിസിപ്പാലിറ്റി, ഇവിടെ ഒരു പാർക്കുമുണ്ട്, മുനിസിപ്പൽ പാർക്ക് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ കറക്റ്റ് സ്പോട്ടിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം. ഡോർ വിൻ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഇവിടെ സ്റ്റീലിൻ്റെ ഡോറുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിൻഡോസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റീൽ ഡോറുകൾ, അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഇഷ്ടമുള്ള മോഡലിൽ, ഏത് മോഡലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള, ഏത് അളവാണ് താല്പര്യമുള്ള ആ ലെവലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ, നിങ്ങളുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ തന്നെ ഏത് മോഡലിൽ വേണം, ഏത് സൈസിൽ വേണം, ഏത് മെറ്റീരിയൽ വേണം, ആ ലെവലിൽ നമുക്ക് ഈ സ്ഥാപനം നിങ്ങൾക്ക് ഓൾറെഡി അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ വിൻഡോസിൻ്റെ ഫ്രെയിമും വിൻഡോസിൻ്റെ ആ ജനൽ ഫ്രെയിമും കാര്യങ്ങളൊന്നും ആദ്യമേ നമുക്കൊന്ന് പരിചയപ്പെടാം. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത് മരത്തിൻ്റെയാണ് യൂസ് ചെയ്തിരുന്നത്. മരത്തിൻ്റെ ആകുമ്പോൾ അത്യാവശ്യം റേറ്റ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കി കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഫ്രെയിം, ഇപ്പോൾ ഈ 3 പാളി ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ മരത്തിൽ ചെയ്യുന്നതിൻ്റെക്കാൾ ഏകദേശം 3000 രൂപ 4000 രൂപ ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് വ്യത്യാസം കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് മരത്തിനെ അപേക്ഷിച്ച് കുറച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും വലിയ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുരുമ്പെടുക്കില്ല എന്നുള്ളതാണ്. അതായത് അപ്പോക്സി പെയിൻറ്റിങ് ആയതുകൊണ്ട് ഒരിക്കലും തുരുമ്പെടുക്കുന്ന അവസ്ഥ വരുന്നില്ല. 25 വർഷമാണ് വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു മെയിൻ പോയിൻ്റായിട്ട് നമുക്ക് കാണാവുന്നതാണ് ചെതൽ. അതായത് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത് നമ്മൾ മരത്തിൻ്റെ ഡോറ് കാര്യങ്ങൾ, വിൻഡോസ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുന്ന സമയത്ത് ടെർമിനേറ്റർ കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചാൽ മാത്രമേ, അതായത് ചെതലിൽ നിന്നും കാര്യങ്ങളൊക്കെ മോചനം കിട്ടണമെങ്കിൽ ചെതൽ കുത്തി അതുപോലെ തന്നെ മരം കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ഇതൊരിക്കലും നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ചെതലിൽ നിന്ന് ഒരു പൂർണ്ണമായ രീതിയിലുള്ള സംരക്ഷണം നമുക്ക് എന്തായാലും നമുക്ക് ഈ ഡോറിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് ലഭിച്ചിരിക്കും. ആ ഒരു അങ്ങനെയുള്ള അട്രാക്ഷൻ പോയിൻറ്റ്സ്. അതുപോലെ മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കമ്പനി നമുക്ക് കൊടുത്തിരിക്കുന്ന ഡോർ വിൻ എന്ന് പറയുന്ന കമ്പനി എല്ലാ മെറ്റീരിയലും നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടാറ്റയുടെ സ്റ്റീലാണ്. ടാറ്റയുടെ GIയുടെ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് 18 ഗേജിൻ്റെ വരുന്നുണ്ട്, 16 ഗേജിൻ്റെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കുറച്ചുകൂടി അട്രാക്ഷനായിട്ട് തോന്നുന്നത്, അതായത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട്, അതായത് 18 ഗേജ് എന്ന് പറയുന്ന സമയത്ത് അത്യാവശ്യം കനം ഇത്തിരി കുറവായിരിക്കും. 16 ഗേജ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള കനം കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതായത് 16 ഗേജ് വെച്ച് ചെയ്യണമെന്നാണ് കമ്പനി എപ്പോഴും പറയുന്നത്. കാരണം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് തക്കതായ മൂല്യം കാര്യങ്ങൾ കിട്ടണമെങ്കിൽ GIയുടെ തന്നെ, അതായത് ടാറ്റയുടെ സ്റ്റീലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ടാറ്റയുടെ GI ഷീറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് 16 ഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഡോറുകളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡോറുകളും അതുപോലെ തന്നെ വിൻഡോസ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. പല രീതിയിലുള്ള മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. 2 പാളി, അതായത് ഒറ്റ പാളി വരുന്ന ടൈപ്പ് ഉണ്ട്, 2 പാളി വരുന്ന ടൈപ്പ് ഉണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമുകളിൽ വരുന്ന ചെറിയ സിംഗിൾ പാളികളായിട്ട് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പറയാം. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ കാണുന്ന സ്റ്റാൻഡേർഡ് അളവുകൾ കൂടാതെ നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഇപ്പോൾ പഴയ വീടാണെങ്കിൽ കൂടി നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന വിൻഡോസിൻ്റെ അളവ് എത്രയാണോ ആ അളവ് നമ്മൾ കമ്പനിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട രീതിയിൽ തന്നെ അതേ രീതിയിൽ തന്നെയുള്ള അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അത് ടാറ്റയുടെ തന്നെ GI ഇട്ടിട്ടാണ് ചെയ്തു തരുന്നത്. അത് സ്റ്റീലിൻ്റെ ടാറ്റയുടെ തന്നെ മെറ്റൽ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. GIയുടെ മെറ്റൽ ഇട്ടിട്ടാണ് ചെയ്തു തരുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ കമ്പനിക്ക് വേണ്ടി സ്വന്തമായിട്ട് ഇവിടെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകം സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമില്ല. അങ്കമാലിയിൽ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്. നിങ്ങൾ പറയുന്ന അളവുകളിൽ എത്രയാണോ വേണ്ടത് അതെല്ലാം തന്നെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോസസ്സിങ് യൂണിറ്റ് നമ്മുടെ അങ്കമാലിയിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അളവ് എത്രയാണോ, നിങ്ങൾക്ക് 16 ഗേജിൻ്റെയാണോ വേണ്ടത്, 18 ഗേജിൻ്റെയാണോ ഷീറ്റിട്ടാണ് ചെയ്യേണ്ടത്, അത് കറക്റ്റായിട്ടൊന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ പറയുന്ന രീതിയിൽ എത്ര വേണമെങ്കിലും, ഏത് ലെവലിൽ വേണമെങ്കിലും, എത്ര ഹൈറ്റ് വേണമെങ്കിലും, എത്ര അളവുകൾ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പ്രോസസ്സിങ് യൂണിറ്റ് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെയുള്ള ലാഭവും നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. മറ്റുള്ള സ്ഥാപനത്തിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രോസസ്സിങ് യൂണിറ്റ് അടുത്തുള്ളതുകൊണ്ട് നമുക്ക് ആ ലാഭം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എത്ര ബൾക്ക് എമൗണ്ട് ആണെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ടുള്ള ഡെലിവറി കാര്യങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഡെലിവറി കമ്പനി അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെങ്ങനെ
പിടിപ്പിക്കുമെന്നുകൂടി നമ്മൾ വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ സ്ക്വയർ പൈപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ റോഡുകൾക്ക് പരമായിട്ട്, അതായത് സെൻറ്ററിൽ വരുന്ന ആ റോഡുകൾക്ക് പരമായിട്ട് സ്റ്റീലാണ് വേണ്ടതെങ്കിൽ സ്റ്റീൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റീൽ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇത് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ജസ്റ്റ് ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഗ്യാപ്പിൽ നമ്മൾ ഏറ്റവും ആദ്യം പിടിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്നല്ലെങ്കിൽ നമുക്ക് പരിക്കൻ ഫില്ല് ചെയ്യണം. പരിക്കൻ മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പരിക്കൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് പരിക്കനാണ്. കോൺക്രീറ്റിനെല്ലാം നല്ലത് പരിക്കനാണ്. കാരണം എയർ ഗ്യാപ്പ് മൊത്തം ഫില്ലായി പോകുന്നതിന് പരിക്കനാണ് നല്ലത്. പരിക്കൻ ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് ഈ പറയുന്ന രീതിയിൽ എവിടെയാണോ പിടിപ്പിക്കേണ്ടത് അതെല്ലാം തന്നെ കറക്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ മരത്തിൻ്റെ പിടിപ്പിക്കുന്ന പോലെ തന്നെ സൈഡിലേക്ക് ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ, അതായത് 2 ഇഞ്ച് 3 ഇഞ്ച് നീങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് അതിൻ്റെ അകത്തേക്ക്, ഭിത്തിയുടെ അകത്തേക്ക് കയറി നിൽക്കി സ്ട്രോങ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചസ് കാര്യങ്ങളെല്ലാം തന്നെ, അതായത് അതിൻ്റെ വിജാഗിരി കാര്യങ്ങളെല്ലാം തന്നെ GIയുടെ എല്ലാ SS-ൻ്റെ മെറ്റീരിയൽസാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. SS എന്ന് പറയുമ്പോൾ തുരുമ്പ് പിടിക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹിഞ്ചസ് കാര്യങ്ങൾ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്, അതല്ലാതെ ഫിക്സ് ചെയ്യുന്ന രീതിയിലും ചെയ്യുന്നുണ്ട്. ഊരിയെടുക്കുക എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഫ്രണ്ടിലെ ഡോറ്, അതായത് നമ്മളെ ജനലിൻ്റെ ഫ്രെയിം വരുന്നത്, ഈ ജനലിൻ്റെ ഫ്രെയിം നമുക്ക് നമ്മൾ പിടിപ്പിക്കുന്ന സമയത്ത്, അതായത് തേക്കുന്നതിന് മുന്നേ അതിൻ്റെ ഫ്രണ്ട് ഡോറ് മാത്രം നമ്മൾ ഊരി വയ്ക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പരിക്കും കാര്യങ്ങളൊന്നും ആവാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പൊക്കി കഴിഞ്ഞാൽ ആ ഹിഞ്ചസ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. നമുക്ക് പൊക്കി കഴിഞ്ഞാൽ, ഡോറ് പൊക്കി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ തേപ്പ് കാര്യങ്ങളെല്ലാം തേക്കുന്നതിന് മുന്നോ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രെയിം കാര്യങ്ങളെ വെച്ച് തേച്ച് ക്ലിയർ ചെയ്ത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ഫിനിഷിംഗ് വർക്ക് വരുന്ന സമയമുണ്ടാവും. ആ ഫിനിഷിംഗ് വർക്ക് വരുന്ന സമയത്ത് ഗ്ലാസിൻ്റെ ഫ്രെയിം നമ്മൾ എത്രയാണോ വേണ്ടത്, നമുക്ക് 3 mm 4 mm അത്ര നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഗ്ലാസിൻ്റെ ഡോറ് കൊടുക്കുന്ന രീതി ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, ഗ്ലാസിൻ്റെ ഫ്രെയിമിൻ്റെ സൈഡിൽ നിങ്ങൾക്കൊരു സ്ക്രൂ കാണാൻ സാധിക്കും. ആ സ്ക്രൂ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പിലാണ് നമ്മുടെ ഗ്ലാസ് വരുന്നത്. ഗ്ലാസ് ഇടുന്നത് നമുക്ക് ഏറ്റവും സേഫ്റ്റിയുള്ള 2 മാർഗ്ഗങ്ങളിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് സിലിക്കോൺ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു റബ്ബറിൻ്റെ, അതായത് റബ്ബറിൻ്റെ ബുഷ് വരാവുന്ന രീതിയിൽ റബ്ബറിൻ്റെ ബീഡിങ് വരുന്നുണ്ട്. ആ ബീഡിങ്ങിൽ നമ്മൾ ഗ്ലാസ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ഇട്ടില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട്, അതിപ്പോൾ മരമാണെങ്കിൽ ഏതാണെങ്കിൽ കൂടി നല്ല ശക്തിയായിട്ട് ഡോറ് വന്ന് അടഞ്ഞു കഴിയുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടുന്ന സമയത്ത് അത് ടെക്നീഷ്യന്മാരോട് പറഞ്ഞാൽ മതി, അത് കാർപ്പൻറ്റേഴ്സിനോട് പറഞ്ഞാൽ മതി, അവർ കറക്റ്റായിട്ട് അവർക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ആ ഗ്ലാസ് ഇടുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ സൈഡുകളിൽ എപ്പോഴും സിലിക്കോൺ ഫില്ല് ചെയ്യുക. അതുമാത്രമല്ല, നമ്മൾ ആ ബുഷ് ഇട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ബീഡിങ് വെച്ചതിന് ശേഷം ബീഡിങ്ങിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയകളിൽ വരുന്നത് മോഡലാണ് ഈ കാണുന്നത്. ഈ ഫ്രണ്ട് ഏരിയകളിൽ വരുന്ന മോഡൽ നമുക്ക് പല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ അകത്ത് എയർ ഗ്യാപ്പ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ ആ ലെവലിലും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ, അതായത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യം എന്താണോ, ഏത് അളവാണോ വേണ്ടത്, ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര ഹൈറ്റ് വേണം, അത് എങ്ങനത്തെ മെറ്റീരിയൽ വേണം, ഇനി പറയുന്ന റോഡുകളെല്ലാം സ്റ്റീലാണോ വേണ്ടത്, ഏതാണോ വേണ്ടത്, അത് നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ കമ്പനി നമുക്ക് ഡിസൈൻ ചെയ്ത് തരും. അത് യാതൊരു പ്രശ്നം തർക്കമില്ലാത്ത കാര്യമാണ്. അതുമാത്രമല്ല, നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരു തർക്കമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാറ്റയുടെ GI മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തർക്കം കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ടാറ്റയുടെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തന്നെങ്കിൽ അത് നിങ്ങളെ കാണിച്ചു തരും. പിന്നെ അതുപോലെ തന്നെ അപ്പോക്സി പെയിൻറ്റിങ് കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് തുരുമ്പ് പിടിക്കാത്തൊരു ആ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യേണ്ട. ഇനി അടുത്ത ലെവലിലാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ കട്ട്ലയാണ് വരുന്നത്. നമ്മുടെ വീടിൻ്റെ തന്നെ ഡോറിൽ കട്ട്ലയാണ് വരുന്നത്. കട്ട്ലിയ നമുക്ക് അവൈലബിൾ ആണ്. അടിപ്പടിയുള്ള കട്ട്ലയുണ്ട്, അതല്ലാത്ത രീതിയിലുള്ള കട്ട്ലയുണ്ട്. ഏതാണോ നിങ്ങൾക്ക് വേണ്ട കട്ട്ല വേണ്ടത് അതും കമ്പനി നമുക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്, കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇതും ഈ പറയുന്ന രീതിയിൽ തന്നെ സാധാരണ നമ്മൾ മരം പിടിപ്പിക്കുന്ന പോലെ തന്നെ സൈഡിലേക്ക് നമുക്ക് കോൺക്രീറ്റിൽ ഉറപ്പിക്കുകയും ചെയ്യാം. ആ സൈഡ് എപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും അതിൻ്റെ സൈഡ് എപ്പോഴും പരിക്കിനിട്ടിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അത് കൂടുതൽ സേഫ്റ്റി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അപ്പോക്സി പെയിൻറ്റ് കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്കിത് നിങ്ങൾ മെറ്റലാണെന്ന് തോന്നിക്കരുത് എന്നുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ്, ഏതാണോ പെയിൻറ്റ് നമ്മൾ സാധാരണ മരത്തിലോ എന്തെങ്കിലും അടിക്കാൻ ഉദ്ദേശിക്കുന്ന അതേ ലെവലിൽ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുക. ഇനി തേക്ക് വേണമെങ്കിൽ തേക്ക് ഡിസൈൻ ചെയ്ത്, ഈട്ടി വേണമെങ്കിൽ ഈട്ടി ഡിസൈൻ ചെയ്ത് വേണ്ട പെയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയലാണ്. ലൈഫ് ലോങ് കിട്ടുന്ന മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് പാക്കിങ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഒരു പോറൽ കാര്യങ്ങൾ വരാത്ത രീതിയിൽ ഇതുപോലെ പാക്ക് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സൈറ്റുകളിൽ എത്തിച്ച് തരുന്നതായിരിക്കും കമ്പനി.
അപ്പോൾ ഞാൻ കമ്പനിയുടെ പേര് ഒന്നുകൂടി ഞാൻ പറയാം. അങ്കമാലിയിൽ തന്നെ നമുക്ക് ഡോർ വിൻ എന്ന് പറയുന്ന സ്ഥാപനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഇവർ സ്റ്റീലിൻ്റെ ടാങ്കുകൾ അതുപോലെ തന്നെ മെറ്റീരിയൽസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫിറ്റിങ്സ് എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡോർ വിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഫുൾ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കോൺടാക്ട്സ് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.